ഫവാസ് നമസ്കാരം. നമസ്കാരം. പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നു, പുതിയ പ്രതിപക്ഷ നേതാവും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ കനത്ത പരാജയം, അതായത് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ LDF-ന് 99 സീറ്റായിരുന്നു. ആ 99-ൽ നിന്ന് ഇപ്പോൾ 35 മാറി. ആ കനത്ത പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമാണ് എന്നുള്ളതാണ് CPM-ന്റെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ അഥവാ പരാജയ അവലോകന യോഗങ്ങളിൽ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഉയർന്നു കേട്ടത്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചേർന്ന എല്ലാ കമ്മിറ്റികളിലും പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന പെരുമാറ്റ ശൈലിയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭരണവും ജീവിതവും എടുത്ത് അവർ ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് അനുചിതമായ പ്രസ്താവനകൾ നടത്തുക, വിവരമില്ലായ്മ സംസാരിക്കുക, ഭാഷയും പെരുമാറ്റ രീതിയും വളരെ മോശമായിരുന്നു MV ഗോവിന്ദൻ്റേത് എന്നുകൂടി എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പറഞ്ഞു. മറ്റൊരു കാര്യം കൂടി അവരെടുത്തു പറഞ്ഞു, കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണം എന്ന് പോലും പറയുകയുണ്ടായി. അതായത് സമ്പൂർണമായി പിണറായി വിജയനും MV ഗോവിന്ദനെയും കോർണർ ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു എല്ലാ ജില്ലാ സമ്മേളനങ്ങളും എടുത്ത അഭിപ്രായങ്ങൾ, ഉയർന്നു വന്ന പരാതികളും. ഇവിടെ ഇപ്പോൾ ഏരിയ കമ്മിറ്റി ചേരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സമാനമായ രീതിയിൽ ഭരണപരാജയവും അതുപോലെ പാർട്ടി തലത്തിലുണ്ടായ അച്ചടക്കമില്ലായ്മയും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള വർഗീയ വിദ്വേഷം പരത്തുന്ന ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, ആഗോള അയ്യപ്പ സംഘം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ജില്ലാ കമ്മിറ്റികളിൽ ചർച്ചയായത്. ഇത് തന്നെ ഏരിയ കമ്മിറ്റിയിലും ചർച്ച ചെയ്യപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗവുമായി വളരെ ബന്ധപ്പെട്ട് പലപ്പോഴും പലയിടങ്ങളിലും ജോലി ചെയ്തിട്ടുള്ള ഒരാളെന്ന രീതിയിൽ എന്താണ് ഫവാസിന്റെ അഭിപ്രായം? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ വരെ നടന്നത് CPM-ന്റെ ജില്ലാ കമ്മിറ്റികളായിരുന്നു. അപ്പം ഇന്നലെ മുതൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഏരിയ കമ്മിറ്റികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ഏരിയ കമ്മിറ്റിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ കമ്മിറ്റികൾ പിണറായി വിജയനും ഗോവിന്ദൻ മാഷിനും മാത്രമാണ് ടാർഗറ്റ്. ഇവിടെയും വ്യത്യസ്തമല്ല, ഇവിടെയും സെയിം സാധനം തന്നെ. നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ജില്ലാ കമ്മിറ്റി ഉണ്ട്, ഏരിയ കമ്മിറ്റി ഉണ്ട്, ലോക്കൽ കമ്മിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ ഏരിയ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ലോക്കൽ കമ്മിറ്റി തുടങ്ങുക. പക്ഷെ ലോക്കൽ കമ്മിറ്റിയിൽ എനിക്ക് തോന്നുന്നില്ല മാറാൻ പോകുന്നു എന്നുള്ളത്. കാരണം ഏരിയ കമ്മിറ്റി അടക്കം പോകുന്നത് കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ്. പിണറായി വിജയൻ എന്നുള്ള ഒരൊറ്റ വ്യക്തിയിലോട്ടാണ് ഷാർപ്പ് ചെയ്ത് പോകുന്നത്. ഇപ്പം ഏറ്റവും ഇതായിട്ട് കോഴിക്കോട് ഏരിയ കമ്മിറ്റിയിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ തോൽവിക്ക് കാരണം അവസാന ഘട്ടങ്ങളിൽ പിണറായി വിജയൻ പറഞ്ഞ ഡേഷ് മോനെ രേവന്താണ്, ഈ സാധനമാണ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് കോഴിക്കോട് ഏരിയ കമ്മിറ്റി ഇപ്പം മുമ്പോട്ട് വെക്കുന്നത്. ഒരു പരിധി വരെ അല്ലെങ്കിൽ ഏറ്റവും വലിയ പരാജയത്തിന് കാരണം അവസാന ഘട്ടത്തിൽ പിണറായി വിജയനെ പോലുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ വലിയൊരു നാക്കുപിഴ സംഭവിച്ചു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാക്ക് പറഞ്ഞു എന്നുള്ളതാണ്. അല്ല, അത് വലിയ ഗുരുതരമായൊരു സംഭവമാണ്. കാരണം എന്നെയോ ഫവാസിനെ പോലുള്ള ഒരു സാധാരണക്കാരനല്ല, ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ കേരളത്തിൻ്റെ പ്രതിനിധിയാണ്. പുറത്ത് കാണുന്നത് കേരള മുഖ്യമന്ത്രി ഇങ്ങനെ മറ്റൊരു സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാവിനെ ഡാഷ് മോനെ എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൻ്റെ സംസ്കാരത്തെയാണ് അവർ വില കുറച്ച് കാണുന്നത്, ഇടിച്ച് കാണുന്നത്. ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വരെ ഇത്രയോ സംസ്കാരമുള്ളൂ എന്നൊരു ധാരണ വരുമ്പോൾ സാധാരണക്കാരൻ എന്തായിരിക്കും എന്നൊരു വിലയിരുത്തൽ കൂടി അവിടെ നടക്കപ്പെടും. കാരണം മാതൃകാപരമായിട്ട് പെരുമാറേണ്ട ആള് ഇത്തരത്തിലാണ് പെരുമാറുന്നത്. അങ്ങനെയെങ്കിൽ മറ്റുള്ള ആളുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ധാരണ ആളുകൾക്കുണ്ടെങ്കിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ വളരെ വലിയൊരു കൃത്യവിലോപം തന്നെയാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ അവിടെ പിണറായി വിജയൻ നടത്തിയത്. മാത്രമല്ല മനുഷ്യത്വരഹിതമായ സദാചാര വിരുദ്ധമായ പ്രസ്താവന തന്നെയാണ് അവിടെ. അത് ബ്രാഞ്ച് കമ്മിറ്റി അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി, സംസ്ഥാന സമിതി, ജില്ലാ കമ്മിറ്റിയൊക്കെ ഇത് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിലാണ് അതിശയം. കാരണം ഇവർ സാംസ്കാരിക നായന്മാരാണ്, നവോത്ഥാന നായന്മാരാണെന്നൊക്കെയാണല്ലോ പാർട്ടി നാഴിക്ക് 40 വട്ടം വിളിച്ചു പറയുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ അത്തരം പരാമർശങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥൻ തന്നെയാണ്. പറയൂ. പിന്നെ രണ്ടാമതൊരു കാര്യം അവർ പറഞ്ഞത്, പിണറായി വിജയൻ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ ഇതിലും ദയനീയമായ പരാജയം പാർട്ടി നേരിടും എന്നുള്ളതാണ് കോഴിക്കോട് ഏരിയ കമ്മിറ്റിക്കാർ പറയുന്ന മറ്റൊരു കാര്യം. അതിൽ എനിക്കും കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം പിണറായി വിജയൻ എന്നുള്ളൊരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് CPM എന്നുള്ളൊരു പാർട്ടി ഇത്ര വലിയ അതിദയനീയമായ തോൽവി നേരിട്ടത്. മൂന്നാമത്തെ ഒരു കാര്യം അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ഷൻ മത്സരത്ത് പിണറായി വിജയന്റെ ഫോട്ടോക്ക് പകരം
ശൈലജ ടീച്ചറെ ഫോട്ടോ വെച്ച് ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ തോൽക്കും പാർട്ടി. പക്ഷെ ഇത്തരത്തിൽ അതിദയനീയമായ തോൽവി ഒരിക്കലും പാർട്ടിക്ക് ഉണ്ടാവില്ലായിരുന്നു. അല്ല, അത് എടുത്തു പറയേണ്ട അവിടെ മറ്റൊരു കാര്യം കൂടി. ഇപ്പൊ ഫവാസ് പറഞ്ഞ അതേ വാക്ക് തന്നെ ഞാൻ എടുത്ത് പറയട്ടെ. LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ഒരു ടാഗ് ലൈനാണ് ഉപയോഗിച്ചത്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുമ്പോൾ ഈ കേരളം കായ്ക്കാവിള, കന്യാകുമാരി, കാസർഗോഡ് മുതൽ കായ്ക്കാവിള വെച്ച എല്ലാ കൂറ്റൻ ഫ്ലക്സുകളിലും മറ്റാരുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവിടെ പിണറായി വിജയൻ്റെതല്ലാതെ മറ്റൊരു തലയില്ല. അപ്പോൾ LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിക്കുമ്പോൾ LDFൽ ഈ ഒരു ആളല്ലാതെ മറ്റാരും ഇല്ല എന്നൊരു സന്ദേശം കൂടിയാണ് അതിലൂടെ കൊടുത്തത്. അതിനുള്ള കൃത്യമായ ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ ഫവാസ് പറഞ്ഞ പോലെ ശൈലജ ടീച്ചറെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ അവിടെ ചെയ്യാതെ പോയത് മനഃപൂർവ്വം തന്നെയാണ്. പറയൂ ഫവാസ്. ഒന്ന് പറഞ്ഞത് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലോട്ട് പിണറായി വിജയനെ വെക്കണ്ടായിരുന്നു എന്നുള്ള സാധനം. ഇൻ കേസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശൈലജ ടീച്ചറെ വെക്കുക, അത് വലിയ തരത്തിലുള്ള തോൽവി പാർട്ടി രക്ഷിക്കുമായിരുന്നു എന്നുള്ള സാധനം പറയും. വീഴ്ചയുടെ ആഘാതം കുറയ്ക്കും. അതെ, വീഴ്ചയുടെ ആഘാതം വളരെ രീതിയിൽ കുറക്കും എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനെ മാറ്റി നിർത്തണമായിരുന്നു എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. ഇത്തരത്തിൽ എന്താ പറയുക, അതിദയനീയമായ സാധനം തന്നെയാണ് കോഴിക്കോട് ഏരിയ കമ്മിറ്റിയിൽ വരുന്നത്. ഇനി കാസർഗോഡ് വരുമ്പോൾ തൃക്കരിപ്പൂർ സന്ദീപ് വാര്യരുടെ വിജയവുമായി ബന്ധപ്പെട്ടൊരു കാര്യം അവർ പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ കണ്ണൂരത്തെ വിഷയത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു കാസർഗോഡും പ്രതിഫലിച്ചെന്ന് അവർ പറയുന്നത്. തീർച്ചയായും തളിപ്പറമ്പും കഴിഞ്ഞ 40 വർഷമായിട്ട് അവിടെ LDFന്റെ കാൻഡിഡേറ്റാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പറയുന്നുണ്ട്. കാരണം പാർട്ടിയുടെ ഉരുക്കുകോട്ടയാണ് തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലം. അത്തരത്തില് കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ ഒരു മണ്ഡലം പോകാനുള്ള കാരണം കണ്ണൂരിൽ നിന്ന് ഏറ്റ കാറ്റിന്റെ ആ വീശലുടെ ശക്തി അവിടം വരെ എത്തിയായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. കൊടുങ്കാറ്റിൽ അതും ആടിയുലഞ്ഞു. അതും നമ്മൾ ആലോചിക്കണ ഈ കാസർഗോഡ് ഏരിയ കമ്മിറ്റി, തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി നടക്കുന്നത് P. ജയരാജന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ P. ജയരാജനെ മുൻനിർത്തിയിട്ടാണ് അവർ ഈ സാധനങ്ങളൊക്കെ പറയുന്നത്. അത് മാത്രമല്ല പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. MP ഗോവിന്ദന്റെ പല ഭാഷ വളരെ തരത്തില് പ്രശ്നങ്ങളായിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി KK രാജേഷ്, അദ്ദേഹം ഒരു എന്താ പറയാ അമുൽ ബേബി ആണ് എന്നുള്ളത്. പാർട്ടി ജില്ലാ സെക്രട്ടറി അമുൽ ബേബിയാണ്. അതെ, അപ്പം കണ്ണൂർ പാർട്ടി ജില്ലാ സെക്രട്ടറി അമുൽ ബേബിയാണ്. നേതാക്കന്മാരുടെ പെട്ടി തൂക്കി നടക്കാൻ മാത്രം പറ്റുന്ന ഒരു നേതാവാണ്. ഇത്തരത്തിലുള്ള ജില്ലാ നേതാക്കന്മാരെ മുമ്പോട്ട് വെച്ചത് കൊണ്ടാണ് പാർട്ടി ഇത്തരത്തിൽ ദയനീയമായ തോൽവി വന്നത്. ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ണൂർ കമ്മിറ്റി പിരിച്ചുവിടണം എന്നുള്ളതാണ് പറഞ്ഞത്. വളരെ ശരിയാണ് ഫവാസ പറഞ്ഞത്. കാരണം CPM സംബന്ധിച്ചിടത്തോളം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയേക്കാൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയേക്കാൾ പദവിയുള്ള ആള് തന്നെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ സീറ്റിലിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ പക്വതയുള്ള പരിണിതപ്രജ്ഞനായ ഒരു നേതാവായിരിക്കണം, അനുഭവ സമ്പന്നനായിട്ടുള്ള ഒരു നേതാവായിരിക്കണം എന്നാണ് പറയുന്നത്. അവിടെയാണ് KK രാഗേഷിനെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. അപ്പോൾ ഇത് ജനം, പാർട്ടിക്ക് പുറത്തുള്ള ആളുകളല്ല ഇത് പറയുന്നത്. പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ അഭിപ്രായപ്പെടേണ്ട കാര്യം പാർട്ടിക്ക് പുറത്തുള്ള ആളുകൾക്കില്ല. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ തൃക്കരിപ്പൂര് മുതൽ കായികവിള വരെ പാർട്ടിക്ക് പരാജയം LDFന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ BJPയുടെ മിടുക്കൊണ്ട് സംഭവിച്ചല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, അല്ലേ? എനിക്കിപ്പോൾ തോന്നിയൊരു കാര്യം എന്താ പറയുക, ഇതിലിപ്പം MP ഗോവിന്ദനും അതുപോലെ തന്നെ MA ബേബിയും ഇവർ രണ്ടുപേരാണ് പറഞ്ഞത് സഖാക്കന്മാരോട് നിർഭയം, ആരെയും പേടിക്കാതെ നിങ്ങളെ അഭിപ്രായങ്ങൾ ആഞ്ഞടിക്കണം എന്ന് പറഞ്ഞു. അത് ആഞ്ഞടി ഇവർക്ക് ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തോട്ട് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ. കാരണം ഇവർ പറയാൻ പറഞ്ഞപ്പോൾ ഇവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ പിരിച്ചുവിടണം, മുഖ്യമന്ത്രി അവിടുന്ന് എടുത്ത് പുറത്തോട്ടിടണം, അദ്ദേഹം കാരണമാണ് ഇത്തരത്തില്. അല്ല, പ്രതിപക്ഷ സ്ഥാനത്ത് പോലും പിണറായി വിജയനെ അവരോധിക്കരുത് എന്ന് പറയുമ്പോൾ CPM പോലുള്ള കേഡർ പാർട്ടി സ്വഭാവമുള്ള ഒരു പാർട്ടിയിൽ ഇങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഈ 35 സീറ്റിലേക്ക് അത് പരാജയപ്പെട്ടതിനേക്കാൾ വലിയ മാനക്കേടാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവ് എന്ന രീതിയിലാണല്ലോ CPMൽ പിണറായി വിജയൻ നിലകൊണ്ടിരുന്നത്. ആ ടാഗ് ലൈനിൽ പറയുന്ന പോലെ മറ്റാരുണ്ട് എന്ന് പറയുമ്പോൾ ഈ പിണറായി വിജയന്റെ തല കാണിക്കുമ്പോൾ മറ്റാരുമില്ല ഇതില് എന്ന രീതിയിലായിരുന്നു പിണറായി വിജയൻ പാർട്ടിയും ഭരണത്തെയും കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടുപോയിരുന്നത്. അതിനൊരു അന്ത്യം വരണം എന്ന് ആ പാർട്ടിക്കാർ തന്നെ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം 35ലേക്ക് വന്നത്. അല്ലാതെ അത് കോൺഗ്രസിന്റെ മാത്രം അല്ലെങ്കിൽ UDFന്റെ മാത്രം എടുക്കൊണ്ടോ BJPയുടെ പ്രചരണ പരിപാടി കൊണ്ടോ മാത്രമാണ് എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഈ തരംഗം ഏറ്റവും കൂടുതൽ മറ്റാരുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ CPM അല്ലാതെ മറ്റാരുണ്ട്, കോൺഗ്രസ് ആണ്. അങ്ങനെയാണ് കോൺഗ്രസിന് 1 കോടി വോട്ടിൽ പരം കിട്ടിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അപ്പോൾ ഈ വോട്ടുകളെല്ലാം ചോർന്നത് CPM-ന്റെ വോട്ടുകളാണ്. ശതമാനം കണക്കാക്കുമ്പോൾ അവർ വലിയ വലിയ കണക്കുകളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും വിജയം തന്നെയാണെന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്ന പാർട്ടിക്കാരോട് പിന്നെ എന്ത് പറയാനുള്ളത്? 50,000 വോട്ടിൽ നിന്ന് എൻ്റെ കണക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് മാറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ? പ്രവാസ് ഓർമ്മയുണ്ടോ? ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭൂരിപക്ഷം 50,000 ആയിരുന്നു, അത് 19,000 അതിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ധർമ്മടം പോലുള്ള പാർട്ടിയുടെ ഉറച്ച കോട്ടയിൽ പിണറായി വിജയനെ പോലുള്ള ഒരു CPM-ന്റെ അപ്പോസ്തലിനാണ് ഇത് സംഭവിക്കണമെന്നുള്ളത്. അറിയപ്പെടാത്തൊരു നേതാവ് നിന്നിട്ട്. അതെ, അത് കോൺഗ്രസിലെ ഒരു തലമുതിർന്ന നേതാവായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും പരാജയ കാരണത്തിൽ ഒന്ന് ലഘൂകരിക്കാൻ സാധിക്കുമായിരുന്നു. ഇത് അത്രത്തോളം തലമുതിർന്ന നേതാവല്ലാത്ത അബ്ദുൾ റഷീദിനെ പോലുള്ള ഒരു പുത്തൻകൂറ്റ് നേതാവ് വരുമ്പോൾ പിണറായി വിജയൻ അവിടെയാണ് അടിവരവ് പറയുന്നതേ. അപ്പോൾ തീർച്ചയായും ഈ പാർട്ടിയിൽ സമഗ്രമായ ഒരു അഴിച്ച് പണി വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നു, പാർട്ടിക്കാർ ആഗ്രഹിക്കുന്നു, യുവജന വിഭാഗം ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോൾ ആബാലവൃദ്ധ ജനങ്ങളും ഇത് തന്നെയാണ് പാർട്ടിയെക്കുറിച്ച് പറയുന്നത്. MP ഗോവിന്ദൻ മാറണം, കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണം, പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്ത് പോലും വേണ്ട എന്ന് പറയുമ്പോൾ ഇപ്പോഴും അത് ചെവിക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല. പോളിറ്റ് ബ്യൂറോയിൽ വരെ പിണറായി വിജയൻ അനുകൂലമായി 9 പേര് വോട്ട് ചെയ്ത് എന്ന് പറയുമ്പോൾ എന്താണ് പിന്നെ അതിൽ നിന്നും ആ സന്ദേശം എന്താണ്? പിന്നെ അത് മാത്രമല്ല, ഈ പാർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഒരിക്കലും ഒരു എന്താ പറയുക, ദൈവം ഒരാളെയും ദൈവമായിട്ട് കാണുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നില്ല. പിണറായി വിജയന്റെ കാര്യം വരുമ്പോൾ അത് അങ്ങനെയല്ല. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്നത് ഒരു വ്യക്തിയുടെയാണ്. ഒരു വ്യക്തിയെ പൂജ ചെയ്യുന്ന പോലെ പിണറായി വിജയൻ എന്നുള്ള ഒരാളുടെ ഫോട്ടോ കൊടുക്കുന്നത് വ്യക്തിയാരാധന. കാരണം CPM എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ ഐഡിയോളജി ഇങ്ങനത്തെ ഇതിനെതിരാണ്. ഇപ്പൊ പണ്ട് P ജയരാജനെ എന്താ പറയാ, ചന്ദാകരൻ P ജയരാജൻ ശ്രീകൃഷ്ണനായിട്ടും പിണറായി വിജയൻ അർജുനായിട്ടും ഒരു പോസ്റ്റർ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് അർജുനന്റെ തേര് തെളിക്കുന്നത് ജയരാജൻ, പാർട്ടിയെ നയിക്കുന്നത് ജയരാജൻ, ഭരണം പിടിക്കുന്നത്, യുദ്ധം നേടുന്നത് അർജുനൻ. അങ്ങ് ഗീതയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്, ഭഗവത്ഗീതയിൽ. ആ ഒരു പ്ലോട്ട് എടുത്തിട്ട് അങ്ങനെ കണ്ണൂരിലൊരു ഇത് പ്രചരിക്കുകയുണ്ടായി. ആകാശ് തില്ലങ്കരിയൊക്കെ P ജയരാജന് വേണ്ടി നിരന്തരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അവിടെ കൃത്യമായിട്ട് വ്യക്തിയാരാധന പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകയാണ് ചെയ്തത്. പ്രവാസ് പറഞ്ഞാൽ അവിടെ ഒരു പാട്ട് തന്നെ ജയരാജനെ കുറിച്ച് ഇറങ്ങിയുണ്ടായി. അതിൽ ആകാശ് തില്ലങ്കരിയൊക്കെയാണ് അതിൽ സ്റ്റാർ ചെയ്തത്. അപ്പൊ അത് അന്നേ തന്നെ പിണറായി വിജയൻ വെട്ടിയിട്ടുണ്ടായിരുന്നു. ആ പിണറായി വിജയന്റെ കൂറ്റൻ ഫ്ലക്സുകളാണ് പിണറായി വിജയന്റെ എനിക്കത് കാണുമ്പോൾ അല്ലെങ്കിൽ ആ സന്ദർഭം ഓർമ്മ വരുന്നത് അയാൾ കഥ എഴുതുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ സിനിമയാണോന്ന് ശ്രീനിവാസൻ പറയും, എൻ്റെ തല എൻ്റെ ഫ്ലക്സ്, എൻ്റെ തല എൻ്റെ ഫ്ലക്സ്. ആ സിനിമയുടെ ഉദയനാണ് താരം. അതെ. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ ഫ്ലക്സ്, എൻ്റെ തല എന്ന് പറഞ്ഞതുപോലെ എവിടെ നോക്കിയാലും പിണറായി വിജയന്റെ ഫുൾ ഫിഗർ മാത്രം കാണുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷെ ആ ഫിഗർ വെട്ടിമാറ്റാൻ തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ അണികളും പ്രവർത്തകരെല്ലാം ഒരേപോലെ തന്നെ പറയുന്നത്. ഈ വികാരം ഇവർ എത്ര കണ്ട് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിയുടെ പരാജയം കൃത്യമായി പഠിച്ചു അടിത്തട്ടിൽ വരെ എല്ലാവരുടെ അഭിപ്രായം കേൾക്കും, എല്ലാവരെയും കേൾക്കും, തിരുത്തേണ്ടതെല്ലാം തിരുത്തും, ശക്തിയായി തിരിച്ചു വരും എന്ന് പറയുമ്പോൾ ഈ തിരുത്തണം എന്ന് അണികളും പ്രവർത്തകരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യങ്ങൾ അവർ തിരുത്തണില്ല. പിണറായി വിജയൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ പിണറായി വിജയനെ വീണ്ടും പ്രതിപക്ഷ നേതാവായി, പാർലമെന്ററി നേതാവായി അവർ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇവർ പാർട്ടിയിൽ ഇപ്പം കാസർഗോഡ് ഏരിയ കമ്മിറ്റിയിൽ മറ്റൊരു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇവരുടെ പിന്നെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്തൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, നവകേരള യാത്ര. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് പൈസക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുന്നത്, സാധാരണ പാർട്ടിക്കാർക്കോ പൗരപ്രമുഖരുടെ ഒരു പറ്റുന്നു. അതെ, അപ്പൊ അവര് മാത്രം വലിയ തരത്തിലുള്ള ഭക്ഷണം, എന്താ പറയാ, അത്തരത്തിൽ ആർഭാടകരമായ സംഭവങ്ങൾ നടക്കുന്നു. സാധാരണ പാർട്ടിക്കാരോ പാർട്ടി പ്രവർത്തകരോ കണ്ടൊരു പിന്നെ പ്രശ്നം ഉന്നയിക്കാൻ വന്നു കഴിഞ്ഞാൽ, ഒരു കംപ്ലൈന്റ് ഉന്നയിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് കേൾക്കാനും പിണറായി വിജയനെ കിട്ടുന്നില്ല. ബോക്സ് വെച്ചിട്ടുണ്ടാവും നവകേരള സദസ്സിന്റെ പന്തലിലും 4 മൂലയ്ക്ക് 4 ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ പരാതി എഴുതിയിടാം. അതെ, അപ്പൊ ഇത്തരത്തിൽ പൈസക്കാർക്ക് മാത്രം നേരിട്ട് പരാതി പറയാൻ പറ്റും. സാധാരണക്കാർക്കോ അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകർക്കോ യാതൊരു വിധ വിലയും കൊടുക്കാണ്ട് അത്തരത്തിലുള്ള ഒരു യാത്രയായിരുന്നു അത്. അപ്പം ഇതൊക്കെ വലിയ തരത്തിലോട്ട് പാർട്ടിയുടെ ഇമേജ് പോകാൻ ഒന്നാമത്തെ കാരണം ആ യാത്രയാണെന്നാണ് ഏരിയ കമ്മിറ്റി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം പാർട്ടിക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ട് അവർ തോറ്റു എന്നുള്ള സാധനം വളരെ ഭംഗിയായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതെങ്ങനെ റിക്കവർ ചെയ്യണം എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പാർട്ടി കയ്യിൽ നിന്ന് പുറത്തു പോയൊരവസ്ഥയാണ്. കാരണം പിണറായി വിജയൻ ഓൾറെഡി അവിടെ പ്രതിപക്ഷ നേതാവായി ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം അവിടെ ഇരിപ്പ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരെങ്കിലും പിടിച്ച് പുറത്തോട്ടിടണം, അത്രത്തിൽ ചങ്കൂറ്റുള്ള ഒരു നേതാവ്. അല്ല, അത് ഈ ഫവാസ് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഈ വയലാർ രാമവർമ്മ പണ്ടൊരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു.
ദൈവപുത്രന് വീതി ഒരുക്കാൻ സ്നാപക യോഹന്നാൻ വന്നു, അക്കൊടുങ്കാറ്റിൽ ഇളകിത്തെറിക്കാത്ത രത്നസിംഹാസനമില്ല എന്ന്, അക്കൊടുങ്കാറ്റിൽ ഇളകിത്തെറിക്കാത്ത ചക്രവർത്തി പദമില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ CPM-നകത്ത് അലയടിച്ചുയരുന്ന ആ ഒരു വികാരത്തള്ളിച്ചയുടെ കൊടുങ്കാറ്റിൽ തെറിക്കാത്ത സിംഹാസനങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് തോന്നുന്നില്ല. സാറിന് തോന്നുന്നുണ്ട് പിണറായി വിജയൻ ഇനി അവിടുന്ന് മാറുന്നുള്ള സാധ്യത വളരെ ചുരുക്കമാണ്. എങ്കിലും ഈ പതിവിന് വിപരീതമായി ഈ ബ്രാഞ്ച് കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും എല്ലാം ഇത്തരത്തിലൊരു വികാരം ഉണർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അത് ആശാവഹം തന്നെയാണ്. രാഷ്ട്രീയത്തിൽ ഫ്രീ സ്പീച്ചിന് ഇടമുണ്ട്, അവിടെ ഇടമുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു വികാരം നമ്മൾ ജനങ്ങളുടെ വികാരം കണക്കിലെടുക്കേണ്ടത് തന്നെയാണ്. ഒരു രാഷ്ട്രീയത്തിൽ പുതിയൊരു ധ്രുവീകരണം സംഭവിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ CJP ക്രോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ പറയുന്നത് പോലെ അത്തരത്തിലൊരു സംഭവം ഇവിടെ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ടെന്നേ. ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ അണികളുടെ വികാരം മനസ്സിലാക്കാതെ ആർക്കും ഒരു ചക്രവർത്തി പദത്തിലും ഈ വാണരുളാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കൊടുങ്കാറ്റുണ്ടാവുകയാണെങ്കിൽ ഏത് ചക്രവർത്തി പദവും തകർന്നു വീഴും, യാതൊരു തർക്കമില്ല. എന്തായിരിക്കും, ഏത് തരത്തിലുള്ള കാറ്റായിരിക്കും വീശുക എന്നുള്ളത് കണ്ടറിയേണ്ടി വരും.